ദ ഹിന്ദുവിനെ മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് CPM MLA മകനെന്ന സൂചന ഏജൻസിയുമായി ബന്ധപ്പെട്ട രണ്ടുപേർ ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് ദ ഹിന്ദു വിശദീകരിച്ചിരുന്നു. ഒരാൾ PRA ഏജൻസി CEO വിനീത് ഹാണ്ടയാണെന്ന് സ്ഥിരീകരിച്ചു. രണ്ടാമത്തെയാൾ മുൻ MLA മകനെന്നും സൂചന. വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഡീറ്റെയിൽസ്. SKN സർക്കാരിനെയും മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാക്കിയ PR വിവാദത്തിൽ ഇന്നലെ ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണത്തിൽ അവർ പറഞ്ഞ കാര്യം കൈസർ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം തരപ്പെടുത്തിയതെന്നും അവർക്കൊപ്പമുണ്ടായിരുന്ന ആ കൈസൻ പ്രതിനിധികൾ എന്ന് പറഞ്ഞു വന്ന രണ്ടു പേരാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഭാഗമെന്ന് പറഞ്ഞ വിവാദമായിട്ടുള്ള ഭാഗം തങ്ങളിലേക്ക് നൽകിയത് എന്നുള്ളതുമായിരുന്നു ഹിന്ദുവിന്റെ വിശദീകരണം. ആ സമയത്ത് കൈസന്റെ പ്രതിനിധികളായി രണ്ടുപേർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അത് കേരള ഹൗസിൽ നിന്ന് നമ്മൾ സ്ഥിരീകരിച്ചു. അതിലൊരാൾ ഈ കൈസന്റെ തന്നെ, അതായത് PR ഏജൻസിയുടെ തന്നെ CEO ആയിട്ടുള്ള വിനീത് ഹാണ്ഡെ എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിട്ടാണ് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. സുബ്രഹ്മണ്യം എന്ന് സ്വയം വിശേഷിപ്പിച്ചയാളാണ് അത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു മുൻ CPIM MLA മകൻ ഹിന്ദു അഭിമുഖം, അതായത് ശോഭന എന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തക ഹിന്ദുവിന് വേണ്ടി അഭിമുഖം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. CPM-ന്റെ മുൻ MLA ആണ്, മുൻ ആലപ്പുഴ ജില്ലയിലെ ഒരു മണ്ഡലത്തിലെ MLA മകനായിട്ടുള്ളയാളാണ്. അദ്ദേഹമാണ് ആ മുറിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹം കൈസന്റെ പ്രതിനിധിയാണോ അല്ലെങ്കിൽ കൈസനെ പ്രതികരിച്ചാണോ അദ്ദേഹം വന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കൈസൻ ചില ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അവരുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കുന്ന സുബ്രഹ്മണ്യം എന്ന പേരുള്ളയാളാണ് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ മുൻ CPM MLA മകൻ കോർപ്പറേറ്റ് സ്ട്രാറ്റജിസ്റ്റായി പ്രവർത്തിക്കുന്നു. ഡൽഹിയും ബാംഗ്ലൂരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ രാജ്യത്തെ തന്നെ ഒരു വലിയ ഗ്രൂപ്പായ റിലയൻസ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഈ വിവരങ്ങൾക്കൊക്കെ ഒരു സ്ഥിരീകരണം വരണം. നേരത്തെ നമ്മൾ ചില ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു, പ്രത്യേകിച്ച് ഈ സുബ്രഹ്മണ്യം എന്ന് നമ്മളിപ്പോൾ ഈ മുൻ CPM MLA മകൻ നമ്മൾ സംശയിക്കുന്ന ആളുടെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്താറുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പോയി സന്ദർശിച്ച ആൾ ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക വിശദീകരണത്തിനും സാധ്യതയുണ്ട്. SKN. ഷെഫീദ് റാവുത്തർ.